അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് നോക്കാം. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. എന്തായിരുന്നു ആൻസർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അലോങ് വിത്ത് അല്ലെ, അലോങ് വിത്ത് അല്ലെങ്കിൽ ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, വിത്ത്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആരെയാ നോക്കണ്ടേ? രണ്ട് സബ്ജക്റ്റ് ഉണ്ടാവും. ആ രണ്ട് സബ്ജക്റ്റിലെ ഫസ്റ്റ് സബ്ജക്റ്റിനെ നമ്മൾ നോക്കണം അല്ലെ. അപ്പോ ദ ടൂറിസ്റ്റ് ഗൈഡ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അലോങ് വിത്ത് ഹിസ് ടൂറിസ്റ്റ് ഹാസ് അറൈവ്ഡ് ആണ്. ഓക്കെ, ഹാസ് അറൈവ്ഡ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം നമ്മൾ V3 ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇവിടെ ആൻസർ ഹാസ് ആയിട്ട് കിട്ടിയത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള ആസ് വെൽ ആസ്, വിത്ത്, ടുഗെദർ വിത്ത്, അലോങ് വിത്ത്, അക്കംപനീഡ് ബൈ, ബിസൈഡ്സ്. കണ്ടോ? ബിസൈഡ്സ്, അൺലൈക്ക്, റാദർ ദാൻ, ഇൻ അഡീഷൻ ടു, അല്ലെങ്കിൽ ലൈക്ക്, ലൈക്ക് അല്ലെങ്കിൽ അൺലൈക്ക്. അപ്പൊ നമുക്ക് മിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കാം ആസ് വെൽ ആസ്, വിത്ത്, ടുഗെദർ വിത്ത്, അലോങ് വിത്ത് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചേക്കുക, അൺലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡും കൂടി ഉണ്ട് കേട്ടോ. അൺലൈക്ക്, റാദർ ദാൻ. ഓക്കെ, ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ തന്നെ നോക്കണം. അപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ എലിഫന്റ് അൺലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ് ഡാഷ് നോട്ട് ഈറ്റ് ഫ്ലഷ്. എന്തായിരിക്കും ആൻസർ വരിക? അൺലൈക്ക് വന്നു അല്ലെ. അൺലൈക്ക് വരുമ്പോൾ നമ്മൾ ആരെയും നോക്കണ്ടേ? ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു വേർഡ് പഠിച്ചു വെച്ചേക്ക, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എലിഫന്റ് സിംഗുലർ ആണ് അല്ലെ. എലിഫന്റ് ഇതാണ് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്ട്. അപ്പൊ സിംഗുലർ ആവുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. ഡസ് ഉണ്ട്, ഡു ഉണ്ട്, വാസ് ഉണ്ട്, ഡിഡ് ഉണ്ട്. അപ്പോ സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഡസിനെയും നമുക്ക് പരിഗണിക്കാം, വാസിനെയും പരിഗണിക്കാം അല്ലെ. നമ്മുടെ ആൻസർ ഡസ് നോട്ട് ഈറ്റ് ഫ്ലഷ് ആണ്. ഇപ്പൊ വേണമെങ്കിൽ കുറച്ചുപേര് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്യാതിരുന്നേ? നമ്മൾ സാധാരണ വാസ് അല്ലെങ്കിൽ ഇസ് അല്ലെങ്കിൽ വേർ അല്ലെങ്കിൽ ആം ഇതിനൊക്കെ ശേഷം വെർബിന്റെ ING ഫോം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഷീ ഈസ് കമ്മിങ്, ദേ വേർ ഗോയിങ് അല്ലെ, ഐ ആം കമ്മിങ് എന്നൊക്കെയാണ് നമ്മൾ പറയാ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡാഷിന് ശേഷം അങ്ങനെയുള്ള ING ഫോം വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡസ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഡസിന് ശേഷം ഇവിടെ നോക്കിയേ, ഡസ് നോട്ട് ഈറ്റ്. ഇനി ഇവിടെ ആ ഒരു കൺസെപ്റ്റും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഡു, ഡസ്, ഡിഡിന് ശേഷം വി ഹാവ് ടു യൂസ് ബേസ് ഫോം ഓഫ് ദി വെർബ്, അല്ലെങ്കിൽ V1 ഫോം വേണം യൂസ് ചെയ്യാൻ. അതായത് ഡസ് ഈറ്റ് എന്ന് പറയാം, അത് കറക്റ്റാ. അല്ലെങ്കിൽ ഡസ് സിങ് എന്ന് പറയാം, ഡസ് സിങ് എന്ന് പറയാം. ഡസിങ് എന്ന് പറഞ്ഞാൽ എന്താ? സിങ്സ് ആണ് അല്ലെ. അല്ലെങ്കിൽ ഡിഡ് സിങ് എന്ന് പറയാം. ഓക്കെ, ഡിഡ് സിങ് എന്ന് പറഞ്ഞാൽ എന്താ? സാങ് ആണ്. ഇതേപോലെ ഡു, ഡസ്, ഡിഡിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? എസ് ഒന്നും ചേർക്കാത്ത ഫോം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അതായത് ഈ ഹാസ് ആണോ ഹാവ് ആണോ നമ്മുടെ ബേസ് ഫോം എന്ന് പറഞ്ഞാല്? പലരും ഇതൊക്കെ പഠിച്ചിട്ട് പോകും. അതായത് സിംഗ് എന്ന് പറഞ്ഞാല് V1, അല്ലെങ്കിൽ ഡാൻസ് എന്ന് പറഞ്ഞാല് V1. അപ്പൊ ഹാസ് ആണോ ഹാവ് ആണോ V1 ഫോം, ബേസ് ഫോം എന്ന് പറഞ്ഞാല്? പറയാവോ? ഏതാണ്? ഹാവ് ആണ് കേട്ടോ. ബേസ് ഫോം എന്ന് പറയുന്നത് ഹാവ് ആണ്. നമ്മൾ പറഞ്ഞു എസ് ഒന്നും ചേർക്കാത്ത ഫോം എന്ന് പറഞ്ഞു അല്ലെ. ഹാസിനകത്ത് എസ് ഇല്ലേ? അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാം, ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹാവ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോവാ കേട്ടോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നോട്ട് ഓൺലി ദ ബോയ്സ് ബട്ട് ഓൾസോ ദ ടീച്ചർ ഡാഷ് വാച്ചിങ് TV. നോട്ട് ഓൺലി ദ ബോയ്സ് ബട്ട് ഓൾസോ ദ ടീച്ചർ ഡാഷ് വാച്ചിങ് TV. എന്തായിരിക്കും ആൻസർ വരിക? വളരെ സിമ്പിൾ ആണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ വരുമ്പോൾ നമ്മൾ ആരെ നോക്കണം? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുക അല്ലെ. ഇവിടെ ബോയ്സ് ഉണ്ട്, അത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. നമ്മൾ ആരെ നോക്കേണ്ടത്? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുക. അപ്പൊ സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ അല്ലേ. അപ്പോ ഇവിടെ ഓപ്ഷൻസ് നോക്കിയേ. സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഇസിനെയും ഹാസിനെയും പരിഗണിക്കാം അല്ലെ. ആറും ഹാവും എന്തായാലും പറ്റില്ല, കാരണം അത് പ്ലൂറൽ ആണ്. പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ING ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. ING ആണെങ്കിൽ എന്തായിരിക്കും വരിക? എസ് ആണ് വരിക അല്ലെ. എസ്, ആറ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ വേർ, അതിനൊക്കെ ശേഷം നമ്മൾ സാധാരണ ING ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം V3 ഫോം യൂസ് ചെയ്യും. ഡു, ഡസ്, ഡിഡിന് ശേഷം നമ്മൾ ബേസ് ഫോം യൂസ് ചെയ്യും, V1 ഫോം യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കണം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് കയറാം. ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഡാഷ് ഡൺ ദിസ്. ഇമ്പോർട്ടന്റ് ആണ്. ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ
ഡാഷ് ഡൺ ദസ്. ഇവിടെ ആൻഡ് ഉണ്ട് അല്ലെ, ആൻഡ് ഉണ്ട്. ഒന്ന് ആൻസർ പറയാവോ? എന്തായിരിക്കും ആൻസർ വരിക? ഇവിടുത്തെ ആൻസർ ഹാവ് ആണ്. ഓക്കെ, ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഹാവ് ഡൺ ദിസ്. റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നോട്ട് മൈ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണ്ട. മനസ്സിലായോ? നോട്ട് മൈ സിസ്റ്റർ ആണ്, അപ്പൊ നമുക്ക് വേണ്ട. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഡാഷ് ഫില്ല് ചെയ്യാൻ. ഓക്കെ, അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നേ. അപ്പോ ഐ ഹാവ് ഡൺ ദിസ്, ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഹാവ് ഡൺ ദിസ്, അങ്ങനെ വേണം പറയാൻ. ഇവിടെ ശ്രദ്ധിച്ചോ, ഹാസ് ഹാവ് ഹാഡിന് ശേഷം V3 ഫോം. ഡൺ കണ്ടോ? V3 ഫോം ആണ് ഡൺ. ഡു, ഡിഡ്, ഡൺ. ഡണ് V3 ഫോം. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദേ ഈച്ച് ഡാഷ് ദെയർ ഓൺ ഓഫീസ്. ദേ ഈച്ച് ഡാഷ് ദെയർ ഓൺ ഓഫീസ്. ആൻസർ വരുന്നത് ദേ ഈച്ച് ഹാവ് ദെയർ ഓൺ ഓഫീസ് ആണ്. ഓക്കെ, റീസൺ നമ്മൾ സാധാരണ ഈച്ചിന് ശേഷം സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഇസ് കമ്മിങ് എന്ന് പറയും. ഇസ് കമ്മിങ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ഈച്ചിന് ശേഷം നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഈച്ച് ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ എന്ന് പറഞ്ഞു അല്ലെ, സ്റ്റുഡൻസ് ആണ്, പ്ലൂറൽ ആണ്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു റൂളായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഓഫിന് ശേഷം എപ്പോഴും പ്ലൂറൽ നൗൺ തന്നെയായിരിക്കും വരിക കേട്ടോ. അതിപ്പോ ഈച്ച് ഓഫ് ആണെങ്കിലും ഏത് വരാണെങ്കിലും ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ ആയിരിക്കും വരിക. അപ്പൊ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഇസ് കമ്മിങ്. ഓക്കെ, സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. പക്ഷേ ഈച്ചിന് മുമ്പിൽ പ്ലൂറൽ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ നോക്കിയേ, ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ് അല്ലെ. അപ്പൊ ഈച്ചിന് ശേഷവും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലൂറൽ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലൂറൽ വെർബ് ഏതൊക്കെയുള്ള? ഹാവും ഉണ്ട്, ആറും ഉണ്ട്. ഹാസും മിസ്സും സിംഗുലർ ആണ് അല്ലെ, രണ്ടിലും എസ് ഒക്കെ ഉണ്ട്, രണ്ടും സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ ദേ ഈച്ച്, ആറ് നമ്മൾ ആറിന് ശേഷം ING ഫോം വേണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ എന്തായാലും ആറും പറ്റില്ല. നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഹാവ്. ദേ ഈച്ച് ഹാവ് ദെയർ ഓൺ ഓഫീസ്. ഈച്ചിന് ശേഷം നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. ഈച്ചിന് മുമ്പിൽ പ്ലൂറൽ നൗൺ ഉണ്ടെങ്കിൽ ഈച്ചിന് ശേഷം നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഇനി ഈച്ച് ആൻഡ് ഈച്ച് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവ്രി, അതിന് ശേഷവും നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. പഠിച്ചോ? ഈച്ച് ആൻഡ് ഈച്ചിന് ശേഷവും ഈച്ച് ആൻഡ് എവരിക്ക് ശേഷവും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിയാൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഈച്ച് ആൻഡ് എവരി മെമ്പർ ഹാസ് ടു വോട്ട്. ഓക്കെ, ഹാസ് ടു വോട്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും അടുത്ത എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നോക്കിയിട്ട് പോകണം. ഓക്കെ, നമ്മൾ വെറുതെ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി വരാൻ ചാൻസ് ഉള്ള PSCയുടെ ട്രെൻഡ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. മദർ ഇസ് കുക്കിംഗ് ഡാഷ് ലഞ്ച്. എന്തായിരിക്കും ആൻസർ വരിക? ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണോ? വേണ്ട. ഓക്കെ, അതായത് ഈ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണ്ട. ഇപ്പൊ പലരും ഈ ആർട്ടിക്കിളിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് എക്സാമിന് പോയിട്ട് എക്സാമിന് ഇരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഡൗട്ട് വരാം അല്ലെ, എവിടെയാ ആർട്ടിക്കിൾ യൂസ് ചെയ്യണ്ടേ, എവിടെയാണ് ദ യൂസ് ചെയ്യണ്ടേ, എവിടെയാണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടാത്തെ, അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ അതിന് ചെറിയൊരു കണക്ഷൻ പറയാം. ഇപ്പൊ ലഞ്ച് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഡിന്നർ ഓർക്കാം, നമുക്ക് ഡിന്നർ ഓർക്കാം. ഈ ഡിന്നർ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ രാത്രി ഡിന്നർ പലരും സ്കിപ്പ് ചെയ്യും അല്ലെ. അപ്പൊ നോ ഡിന്നർ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. നോ എന്ന് പറഞ്ഞാല് നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഡിന്നർ, അതിന്റെ കൂടെ തന്നെ ഡിന്നർ ഓർമ്മ വന്നാൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർമ്മയിൽ വരുമല്ലോ അല്ലെ. അപ്പൊ ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഇതിന്റെയൊക്കെ മുമ്പിൽ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പൊ മദർ ഇസ് കുക്കിംഗ് ലഞ്ച് എന്ന് മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ദേ ആർ പ്ലേയിങ് ഡാഷ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ് അല്ലെ. ഈ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസിന്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ എന്തെങ്കിലും യൂസ് ചെയ്യണോ? വേണ്ട, നോ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. നമ്മൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ഹോക്കി എന്നൊക്കെയാണ് പറയാ അല്ലെ. അപ്പൊ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടാത്ത രണ്ട് കേസുകൾ നമ്മളിവിടെ പറഞ്ഞു. എന്താ? ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട. അതേപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, വേണമെങ്കിൽ അടുത്ത ചോദ്യക്ക് ഇതാവാട്ടോ, സ്പോർട്സ് ആൻഡ് ഗെയിംസിന് പേരിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തത് പ്രപ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഹി ഡൈഡ് ഡാഷ് ക്യാൻസർ. എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക?
ഡൈഡ്. ഈ ഡൈഡ് തന്നെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഞാനിവിടെ എടുത്തു തരാം. ഇറ്റ് ഇസ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഹി ഡൈഡ് ഓഫ് ക്യാൻസർ. കേട്ടോ, ഒരു അസുഖം എന്നുള്ള രീതിയിൽ ഒരു അസുഖം മൂലം മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ഡൈഡ് ഓഫ് എന്ന് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഡൈഡ് ഓഫ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർക്കാം, ഒരു അസുഖമാണ് അല്ലെ, ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓഫായി, നമ്മൾ കുറച്ച് വിഷമിച്ചിരിക്കും, ഓഫായി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഡൈഡ് ഓഫ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പേഷ്യന്റ് ഡൈഡ് ഡാഷ് വൂണ്ട്. എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ ഡൈഡ് ഫ്രം ആണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വൂണ്ട് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല അല്ലെ, ഒരു അസുഖമല്ല, ഒരു എന്താ പറയാ മുറിവ് കാരണം മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അസുഖമല്ല. അങ്ങനെ വരുമ്പോ ഡൈഡ് ഫ്രം വൂണ്ട് എന്ന് വേണം പറയാൻ. അപ്പൊ തമ്മിൽ കൺഫ്യൂഷൻ വരേണ്ട. അസുഖങ്ങൾ വരുന്ന കേസ് വരുമ്പോഴാണ് നമ്മൾ ഡൈഡ് ഓഫ് പറയാ. അല്ലാത്ത കേസ് ഇപ്പൊ വൂണ്ട് ആണെങ്കിൽ നമ്മൾ ഡൈഡ് ഫ്രം ആണ് പറയാ. ഇനി നമുക്ക് ഡൈഡ് വെച്ചിട്ടുള്ള ബാക്കിയുള്ള കുറച്ചും കൂടെ നോക്കാം. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഡൈഡ് ഓഫ് നമ്മൾ പറഞ്ഞു ഡിസീസിന്റെ കൂടെ അല്ലെ, ഡൈഡ് ഓഫ് കോളറ. ഓക്കെ, പിന്നെ അടുത്ത് നോക്കാം ഡൈഡ് ഫ്രം. നമ്മളിപ്പോ പറഞ്ഞു എന്താ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കേസുകളൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഹി ഡൈഡ് ഫ്രം സ്നേക്ക് ബൈറ്റ്, വേണമെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യായിരുന്നു അല്ലെ. അങ്ങനെയുള്ള കേസുകൾ, ഹി ഡൈഡ് ഫ്രം സ്നേക്ക് ബൈറ്റ്, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ്, അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ വൂണ്ട്, നമ്മളിപ്പോ പറഞ്ഞു വൂണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡൈഡ് ഫ്രം ആണ്. പിന്നെ ഡൈഡ് ഫോർ നിങ്ങൾക്ക് അറിയായിരിക്കും, ഹി ഡൈഡ് ഫോർ ഹിസ് കൺട്രി, അവന്റെ രാജ്യത്തിന് വേണ്ടി അവൻ മരിച്ചു അല്ലെ, അപ്പൊ ഹി ഡൈഡ് ഫോർ ഹിസ് കൺട്രി. ഇനി ഡൈഡ് ഇൻ, നമ്മൾ മെയിൻ ആയിട്ട് ഡൈഡ് ഇൻ പറയുന്നത് ആക്സിഡന്റിന്റെ കേസ് വരുമ്പോഴാണ്. ഹി ഡൈഡ് ഇൻ ട്രെയിൻ ആക്സിഡന്റ്. ഓക്കെ, ഇനി ജസ്റ്റ് ഓർത്ത് വെക്കാം, ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് പറ്റി, ഉടനെ തന്നെ നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകും അല്ലെ, ഇന്ന് കൊണ്ടുപോകുന്ന ഓർക്കാം. ഇപ്പോ ICUലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒക്കെ അകത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇൻ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പൊ ഡൈഡ് ഇൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആക്സിഡന്റ് കേസ് പറയുമ്പോഴാണ്. ഹി ഡൈഡ് ഇൻ എ ട്രെയിൻ ആക്സിഡന്റ്. പിന്നെ ഡൈഡ് ഓൺ. ഓക്കെ, ഹി ഡൈഡ് ഓൺ ദ സ്പോട്ട്, അല്ലെങ്കിൽ ഹി ഡൈഡ് ഓൺ മൺഡേ. നമ്മളിങ്ങനെ ഡേയ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ. അതേപോലെ തന്നെ ഡൈഡ് ഓൺ ദ സ്പോട്ട് അല്ലെങ്കിൽ ഡൈഡ് ഓൺ മൺഡേ. ഡൈഡ് അറ്റ് ആ പെർട്ടിക്കുലർ ടൈം ആണ് പറയാ അല്ലെ, ഹി ഡൈഡ് അറ്റ് 9:30 AM എന്നൊക്കെ പറയും. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഡൈഡ് ഓഫ് നോക്കുക, ഡൈഡ് ഫ്രം നോക്കുക, ഡൈഡ് ഫോർ നോക്കുക. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെറ്റാതിരിക്കാനുള്ള കണക്ഷനും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഐ മെറ്റ് ഹിം ഡാഷ് ലാസ്റ്റ് സൺഡേ. എന്തായിരിക്കും ആൻസർ വരിക? ഐ മെറ്റ് ഹിം, ഇവിടെ പലരും ചിലപ്പോൾ ഓൺ എന്നുള്ള ഒരു ഓപ്ഷനിലേക്കൊക്കെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ, പക്ഷെ ഓൺ അല്ല, ഇവിടെ പ്രപ്പോസിഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഐ മെറ്റ് ഹിം ലാസ്റ്റ് സൺഡേ എന്ന് മതി. നമ്മൾ സാധാരണ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡേ അല്ലെ, ഓണം ഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൺ പറയും. ഓൺ സൺഡേ, ഓൺ മൺഡേ, ഓൺ ഓണം ഡേ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഡേയുടെ മുമ്പിൽ ഒരു ലാസ്റ്റ് വന്നു എന്ന് വിചാരിച്ചു, അതായത് ഈ ഡേയുടെ ഫ്രണ്ടിൽ ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണ്ട. ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഐ മെറ്റ് ഹിം ലാസ്റ്റ് സൺഡേ എന്നുള്ളത് മതി. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഐ മെറ്റ് ഹിം ഓൺ സൺഡേ. അത് കറക്റ്റാ, ഐ മെറ്റ് ഹിം ഓൺ സൺഡേ. ഓക്കെ, പക്ഷെ ഈ ലാസ്റ്റ് ഫ്രണ്ടിൽ വരുമ്പോഴാണ് ഈ ഒരു റൂള് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഐ ആം ഗോയിങ് ടു ഡാഷ് ബാങ്ക് ടു ഗെറ്റ് സം ക്യാഷ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഐ ആം ഗോയിങ് ടു ഡാഷ് ബാങ്ക് ടു ഗെറ്റ് സം ക്യാഷ്. നമ്മൾ എവിടെയെങ്കിലും അതിന്റെ പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിന് മുമ്പിൽ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല അല്ലെ. ഇപ്പൊ അതാർക്കെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഓർക്കാം. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ, ഇപ്പോ ഷീ ഗോസ് ടു സ്കൂൾ ടു സ്റ്റഡി അല്ലെ. ഷീ ഗോസ് ടു ദ സ്കൂൾ എന്നല്ല പറഞ്ഞേ, ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ പ്രൈമറി പർപ്പസിനാണ് പോയിട്ടുള്ളത് അല്ലെ, പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. അങ്ങനെ പ്രൈമറി പർപ്പസിന് പോകുമ്പോൾ നമുക്ക് ഫ്രീ ആണെന്ന് ഓർക്കാം. അതായത് ഫ്രീ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഒന്നും ചേർക്കണ്ട, ഷീ ഗോസ് ടു സ്കൂൾ ടു സ്റ്റഡി. ഓക്കെ, അതേപോലെ ഐ ആം ഗോയിങ് ടു ഡാഷ് ബാങ്ക് ടു ഗെറ്റ് സം ക്യാഷ്. ബാങ്കിൽ പോകുന്നത് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, പ്രൈമറി പർപ്പസ് ആണ് അല്ലെ. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എടുക്കാനും ഒക്കെയാണ് നമ്മൾ ബാങ്കിൽ പോകുന്നത്, പ്രൈമറി പർപ്പസ് ആണ്. എന്നാൽ കൂടി ഇവിടെ ആൻസർ വരുന്നത് ആണ്. ഐ ആം ഗോയിങ് ടു ദ ബാങ്ക് ടു ഗെറ്റ് സം ക്യാഷ്. അപ്പൊ ഇതൊരു എക്സെപ്ഷൻ കേസ് ആണ്. ഈ ബാങ്കിന്റെ കേസ് പറയുമ്പോഴും അതേപോലെ തന്നെ ഓഫീസിന്റെ കേസ് പറയുമ്പോഴും
പ്രൈമറി പർപ്പസോ അല്ലയോ നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ, ബാക്കി എല്ലാ കേസുകളിലും പ്രൈമറി പർപ്പസിന് നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യണ്ട. പക്ഷെ ഈ ബാങ്കിന്റെ കേസും ഓഫീസിന്റെ കേസും വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോണം. അതിനുശേഷം ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ, അതിന് മുമ്പ് നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കയറാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഇത് ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് വരുമ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, ഷാൽ വി തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഒന്നും നോക്കണ്ട കേട്ടോ. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് വരുമ്പോൾ ഷാൽ വി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മുടെ 83ാമത്തെ ചോദ്യം, ഞാൻ എക്സാമിന് മുമ്പ് തീർച്ചയായിട്ടും അത് ചോദിക്കുന്ന തന്നെ പറഞ്ഞിരുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എപ്പോഴും നോക്കേണ്ടത് എന്താ, ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ ആളെ വേണം നോക്കാൻ. സെയ്സ് ആണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് സെയ്സ് എന്ന് പറയുന്നത് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ഈ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ഒന്നും കൂടെ, ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്, അങ്ങനെ അപ്പോൾ അതിന് നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ടാ വരിക? എന്താ, ഇവിടെ രണ്ട് സ്ഥലത്തും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യണം, ഇവിടെ സെയ്സ് എന്നുള്ളത് സെയ്സ് തന്നെയായിരിക്കണം, അല്ലാതെ അവിടെ മാറ്റം വരുത്തരുത് കേട്ടോ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത എക്സാമിന്. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി, ഹി ഹാസ് സെഡ്. അപ്പോ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി ഹാസ് സെഡ് ദാറ്റ് ഡാഷ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി, ഹി ഹാസ് സെഡ്. നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റോ അല്ലെങ്കിൽ ഹാസഡ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലെ. അപ്പോ പ്രസന്റിൽ ആര് വേണമെങ്കിലും ആവാം കേട്ടോ. അതിപ്പോ സിമ്പിൾ പ്രസന്റ് തന്നെ ആവണം എന്നില്ല, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആവാം. അങ്ങനെയുള്ള പ്രസന്റിൽ ആര് വന്നു കഴിഞ്ഞാലും ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റാൻ പാടില്ല. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി. അപ്പൊ ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരും? എങ്ങനെ വരിക? ഹി ഹാസ് സെഡ് ദാറ്റ്. കണ്ടോ, ഹാസ് സെഡ് തന്നെ വരണം കേട്ടോ. ഹി ഹാസ് സെഡ് ദാറ്റ്. യെസ്, ഹി ഹാസ് സീൻ ദാറ്റ് മൂവി അല്ലെ. ഐ ഹാവ് സീൻ ദാറ്റ് മൂവിയാ, ഐ എന്നാണ് പറയാ. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി അല്ലേ വരും. അപ്പോൾ ഹി ഹാസ് സീൻ ദാറ്റ് മൂവി. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. മനസ്സിലായോ? ഇനി ഇവിടെ ഹാസ് സെഡ് അല്ല, വെറുതെ സെഡ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റണം. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി എന്ന് പറയുമ്പോൾ ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് സീൻ അല്ലെ. പ്രസന്റ് പെർഫെക്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ പഠിക്കുമ്പോൾ എന്ത് പഠിക്കുമ്പോഴും അതിന്റെ എക്സെപ്ഷൻ കേസ് പഠിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പൊ PSCയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ടൊക്കെ ചോദിക്കുന്നത് കേട്ടോ. എന്ത് കാര്യം പഠിക്കുമ്പോഴും കുറച്ചും കൂടെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം ഇഫ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദി പുവർ. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഹാഡിന് ശേഷം V3 ഫോം കൊടുത്തിട്ടുണ്ടോ? മണി എന്ന് പറയുന്ന V3 ഫോം ആണോ? അല്ല അല്ലെ. ഇപ്പൊ ഹാഡ് ഗോൺ എന്ന് പറഞ്ഞാൽ ഹാഡിന് ശേഷം V3 ഫോം ഉണ്ട്. പക്ഷെ ഇവിടെ ഹാഡ് മണി, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഹാഡ് എന്ന് പറഞ്ഞാല് ഇത് V2 ആണ്. നമ്മുടെ ഹാസും ഹാവിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് എന്ത് വരണം? വുഡ് പ്ലസ് V1 ഫോം വരണം അല്ലെ. വുഡ് പ്ലസ് V1 ഫോം. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹാവ് ഹെൽപ് ദി പുവർ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ സീറോ കണ്ടീഷനും കൂടെ പഠിച്ചു പോവുക. ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ്. ഇറ്റ് വിൽ ബോയിൽ എന്നല്ല പറയാ, ഇറ്റ് ബോയിൽസ് ആണ് പറയാ. കാരണം ട്രൂത്ത് ഫാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ സീറോ കണ്ടീഷൻ അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ചോദ്യം കൂടെ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. യെസ്, ഇഫ് ഐ ഡാഷ് ഇനഫ് മണി ഐ കുഡ് ഹാവ് ഹയർഡ് എ ടാക്സി. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഫോം ഉണ്ട്. അപ്പൊ അപ്പുറത്ത് എന്ത് വേണം? ഹാഡ് പ്ലസ് V3 വേണം അല്ലെ. ഹാഡ് പ്ലസ് V3. അപ്പൊ ആൻസർ എന്താ വരിക? ഒരു ഹാഡ് വേണം പ്ലസ് ഒരു V3 ഫോം ഓഫ് ദി വെർബും വേണം. ആ V3 ഫോം ആണ് നമ്മുടെ അടുത്ത ഹാഡ്.
മനസ്സിലായോ? അപ്പൊ ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ കുഡ് ഹാവ് ഹയർഡ് എ ടാക്സി. ആദ്യത്തെ ഹാഡ് നമ്മുടെ ഫോർമാറ്റിലുള്ള ഹാഡ് പ്ലസ് രണ്ടാമത്തെ ഹാഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഹാസ് ഹാവിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ഹാഡ് V3 ഫോം എന്ന് പറയുന്നതും ഹാഡ് തന്നെ. അങ്ങനെയാണ് അവിടെ രണ്ട് ഹാഡ് വന്നത്, അല്ലാണ്ട് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല കേട്ടോ. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ കുഡ് ഹാവ് ഹയർഡ് ടാക്സി. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം ഇൻഡയറക്ട് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഹി സെഡ് ഐ ഷാൽ കം. ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? യെസ്, നമ്മുടെ ആൻസർ ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്തായാലും പാസ്റ്റിലാണ്. അപ്പൊ ഇവിടെ എന്തായാലും ടെൻസ് മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം ആണ് ആൻസർ ആയിട്ട് വരിക. അത് എന്തുകൊണ്ട് ഇവിടെ ഷുഡ് കൊടുത്തിട്ട് നമ്മുടെ ആൻസർ വുഡ് ആയിട്ട് വന്നേ? അല്ലേ? എന്താ കാര്യം എന്താ? നമ്മൾ സാധാരണ ഐയും വിയും, ഈ ഐയും വി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. ഈ ഐയുടെയും വിയുടെയും കൂടെയാണ് നമ്മൾ ഷാല് യൂസ് ചെയ്യുക കേട്ടോ. പ്രയോറിറ്റി ഐയും വിയും വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഷാല് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹി സെഡ് ഐ ഷാൽ കം, അവൻ പറഞ്ഞു അവന് വരാന്ന്, ഐ ഷാൽ കം. ഐയുടെയും വിയുടെയും കൂടെയാണ് ഷാല് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഐയുടെയും വിയുടെയും കൂടെയാണ് ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഷുഡ് യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഹി ഷുഡ് എന്ന് നമ്മൾ പറയോ? ഇല്ല, പകരം എന്ത് പറയണം? ഹി വുഡ് എന്ന് വേണം പറയാൻ. ക്ലിയർ ആണോ? അതായത് ഐയും വിയുടെയും കൂടെ ഷാല് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഷുഡ് യൂസ് ചെയ്യും. ഇവിടെ ഐ ഷാൽ കം എന്നുള്ളത് നമ്മൾ മാറ്റി കഴിയുമ്പോൾ ഐ മാറ്റിയിട്ട് ഹീ ആയിട്ട് വരും, അവനല്ലേ പറഞ്ഞേ. അപ്പൊ ഹീ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഷുഡ് പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് ഹീ വുഡ് കം എന്നുള്ള ആൻസർ പറയാനുള്ള റീസൺ. ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് കം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹീ ഈസ് ബീങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. ഓക്കെ, എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? അപ്പൊ അക്യൂസ്ഡിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഓഫ് ആണ്. ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഓഫ് ആണ്. ഓക്കെ, നമ്മൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അക്യൂസ്ഡിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ഓഫ് ആണ്. അപ്പൊ ഇതേപോലെ നമുക്കിപ്പോ ഒരു വാക്ക് കൊടുത്തിട്ട് അതിന് ശേഷം ഏത് പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക, അതൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് നോക്കാം. അപ്പൊ എന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ കേട്ടോ. അക്യൂസ്ഡ് ഓഫ് എന്ന് പറയും അല്ലെ, അതേപോലെ തന്നെ ഗിൽറ്റി ഓഫ് എന്ന് പറയും കേട്ടോ. എന്താ പറയാ? ഗിൽറ്റി ഓഫ് എന്ന് പറയും. സസ്പെക്ട് ഓഫ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സസ്പെക്ട് ഹിം ഓഫ് സ്റ്റീലിംഗ് ദി പെൻ എന്നൊക്കെ പറയും. അപ്പൊ അക്യൂസ്ഡ് ഓഫ് എല്ലാവരും ഒന്ന് പഠിച്ചു പോവാ. അക്യൂസ്ഡ് ഓഫ്, ഗിൽറ്റി ഓഫ്, സസ്പെക്ട് ചെയ്യുക അല്ലെ. അപ്പൊ സസ്പെക്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് പറയും? ഓഫ് എന്നുള്ള പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക. ഇതിന്റെ മീനിങ് നമുക്ക് ജസ്റ്റ് നോക്കാം. അക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റപ്പെടുത്തുക അല്ലെ, കുറ്റപ്പെടുത്തുക. അപ്പൊ നമ്മൾ കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഓഫ് ആവില്ലേ അല്ലെ? കുറച്ച് ഓഫ് ആവും, വിഷമിച്ചിരിക്കുന്നൊക്കെ ഓർക്കാം, നമ്മൾ ഓഫ് ആവാന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പൊ അക്യൂസ്ഡ് ഓഫ്. അതേപോലെ തന്നെ ഗിൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റബോധം. ഓക്കെ, അപ്പൊ ഇവിടെ കുറ്റപ്പെടുത്തുക, അക്യൂസ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക, അതേപോലെ തന്നെ ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റബോധം വരുമ്പോഴും ഓഫ് തന്നെ പറയും. എളുപ്പമായിട്ട് പഠിച്ചൂടെ? മീനിങ് നോക്കിയാൽ മതി. പിന്നെ സസ്പെക്ട് ചെയ്യാന്ന് പറയുമ്പോഴും നമ്മൾ ആരെങ്കിലൊക്കെ സംശയിക്കുക, സസ്പെക്ട് ചെയ്യാന്ന് പറയുമ്പോഴും നമ്മൾ കുറച്ച് ഓഫ് ആവുന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 വാക്കുകൾ, ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്യൂസ്ഡ് ഓഫ്, ഗിൽറ്റി ഓഫ്, സസ്പെക്ട് ഓഫ്. ഓക്കെ, പഠിച്ചല്ലോ. ഓക്കെ, അതേപോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രപ്പോസിഷൻസും കൂടെ ഞാൻ പറയാം, ഫിക്സഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻസ്. ആംഗ്രി വിത്തും പറയും, അതേപോലെ തന്നെ ആംഗ്രി അറ്റും പറയും. ഓക്കെ, ആംഗ്രി വിത്ത് എപ്പോഴാ പറയാ? ആംഗ്രി വിത്ത് എ പേഴ്സൺ. ഒരു പേഴ്സണെ വെച്ച് പറയുമ്പോൾ നമ്മൾ ആംഗ്രി വിത്ത് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഫാദർ ഇസ് ആംഗ്രി വിത്ത് നേഹ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതേസമയം ആംഗ്രി അറ്റ് എ തിങ് ആണ് നമ്മൾ പറയാ കേട്ടോ. ആംഗ്രി അറ്റ് എ തിങ് ആണ് പറയാ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഫെൽറ്റ് ആംഗ്രി അറ്റ് ദി ഇൻജസ്റ്റിസ് ഓഫ് എ സിറ്റുവേഷൻ. ഓക്കെ, ഹി ഫെൽറ്റ് ആംഗ്രി അറ്റ് ദി ഇൻജസ്റ്റിസ്. അപ്പൊ അതൊരു വസ്തുവായിട്ട് ഒരു ഇൻജസ്റ്റിസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതേസമയം നോക്കി ആംഗ്രി വിത്ത് എ പേഴ്സൺ അല്ലെ. അപ്പൊ ഫാദർ ഫെൽറ്റ് ആംഗ്രി വിത്ത് നേഹ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. ആംഗ്രി വിത്തും പറയും, ആംഗ്രി അറ്റും പറയും. അപ്പൊ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക കേട്ടോ. പിന്നെ നോക്കേണ്ടത് സെൻസിബിൾ. ഇത് പഠിച്ചോണേ, അടുത്ത എക്സാമിന് വരാനുള്ള സാധ്യതകളുണ്ട്. സെൻസിബിൾ ഓഫ് എന്ന് നമ്മൾ പറയാം കേട്ടോ. സെൻസിബിൾ ഓഫ്. ഓക്കെ, അപ്പൊ ഓഫും ടു ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ സെൻസിബിൾ ടു എന്ന് പറയാൻ തോന്നും, പക്ഷെ സെൻസിബിൾ ഓഫ് ആണ്. സെൻസിബിൾ ഓഫ്. അതേസമയം സെൻസിറ്റീവ് ടു ആണ്. ഓക്കെ, സെൻസിറ്റീവ്, രണ്ടുപേര് തമ്മിൽ വളരെ സെൻസിറ്റീവ് ആണെന്ന് വിചാരിച്ചോളൂ. ടു എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ ഒന്ന് ഓർക്കുക കേട്ടോ. സെൻസിറ്റീവ് ടൂവും സെൻസിബിൾ ഓഫും. ഓക്കെ, തമ്മിൽ മാറിപ്പോരുത് രണ്ടും. ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ,
ഇൻ ബ്ലൂ ഇങ്ക് എന്ന് നമ്മൾ പറയും. ഇപ്പൊ ബ്ലൂ ഇങ്കിൽ എഴുതാന്ന് പറയുമ്പോൾ ഇൻ ബ്ലൂ ഇങ്ക് എന്നാ പറയാ. അതേസമയം വിത്ത് ബ്ലൂ പെൻ എന്ന് പറയും. ഓക്കെ, വിത്ത് ബ്ലൂ പെന്നും ഇൻ ബ്ലൂ ഇങ്ക്. ഇങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യണം. ബ്ലൂ പെൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വിത്ത് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരെണ്ണുണ്ട്, കൺഗ്രാജുലേറ്റ്. ഓക്കെ, കൺഗ്രാജുലേറ്റ്. കൺഗ്രാജുലേറ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഓൺ ആണ്. കൺഗ്രാജുലേറ്റ് ഓൺ. ഓക്കെ, ജസ്റ്റ് ഓർക്കാം. ഇപ്പൊ ഓൺ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓണമായിട്ട് കണക്ട് ചെയ്യാം. ഓണത്തിനൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളെ കുറച്ച് പേര് കൺഗ്രാജുലേറ്റ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. കൺഗ്രാജുലേറ്റ് ഓൺ ആണ്. ഓക്കെ, കൺഗ്രാജുലേറ്റ് ഓൺ. പിന്നെ നോക്കേണ്ടത് എബൈഡ് ബൈ. കേട്ടോ, എബൈഡ് ബൈ എന്ന് പറയും. ആ എബൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു ബൈ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ എബൈഡ് ബൈ ദ റൂൾസ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. എബൈഡ് ബൈ ദി റൂൾസ്. അതേസമയം കംപ്ലൈ വിത്ത് ദ റൂൾസ് എന്ന് പറയും. കംപ്ലൈ വിത്ത് ദ റൂൾസ്. ഓക്കെ, അപ്പോ ഇത് രണ്ടും മാറിപ്പോവാണ്ട് പഠിക്കുക. എബൈഡ് ബൈ, ആ ബൈനകത്ത് തന്നെ ഉണ്ട്. എബൈഡിനകത്തുള്ള ബൈനകത്ത് തന്നെ ബൈ ഉണ്ട്. കംപ്ലൈ വിത്ത് ദ റൂൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രപ്പോസിഷൻ, ഫിക്സഡ് പ്രപ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് ഉടനെ തന്നെ ഞാൻ ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് പഠിക്കുക. തീർച്ചയായിട്ടും എക്സാമിന് അതൊക്കെ തന്നെ ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാ? ഗിൽറ്റി ഓഫ്, സസ്പെക്ട് ഓഫ്, അക്യൂസ്ഡ് ഓഫ്. ഈ മൂന്നെണ്ണത്തിന്റെ മീനിങ് നോക്കി ഏതാണ്ട് ഒരേപോലത്തെ ഒക്കെ തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ കൂടെയൊക്കെ നമ്മൾ ഓഫ് പറയും. അപ്പോ കുറച്ച് വിഷമിച്ചിരിക്കുന്ന കേസുകളാണെന്ന് വിചാരിക്കാം. അപ്പൊ ഓഫ് ആയിരിക്കും നമ്മൾ പറയാന്ന് വിചാരിക്കാം. പിന്നെ ആംഗ്രി വിത്ത് എ പേഴ്സണും ആംഗ്രി അറ്റ് എ തിങ്ങും. സെൻസിബിൾ ഓഫ് ആണ്, സെൻസിറ്റീവ് ടു. എബൈഡ് ബൈ, കംപ്ലൈ വിത്ത് ദ റൂൾസ് അല്ലെ, കംപ്ലൈ വിത്ത്. കൺഗ്രാജുലേറ്റ് ഓൺ, ഇൻ ബ്ലൂ ഇങ്ക് വിത്ത് ബ്ലൂ പെൻ. അപ്പൊ ഇത്രയും എല്ലാവരും പഠിക്കുക. പ്ലസ് എക്സ്ട്രാ പോയിന്റ്സുകൾ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദേ ഹാവ് കോൺടാക്റ്റഡ് എവ്രി വൺ കൺസേൺഡ്. ഇതിന്റെ വോയിസ് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കൂടുതൽ ആക്റ്റീവ് വോയിസ് ആണ്, ഇതിനെ പാസീവ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഹാവ് പ്ലസ് V3 ആണ്. നമുക്ക് ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ടെൻസ് മാറാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഹാവ് വരികയാണെങ്കിൽ എന്തായാലും ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മുടെ ആൻസറിൽ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബീൻ, ഇവിടെ ബീൻ, ഇവിടെ ബീൻ. പിന്നെ ദേ ഹാവ് കോൺടാക്റ്റഡ് എവ്രി വൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എവ്രി വൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എവ്രി വൺ ആണ്. അപ്പൊ എവ്രി വൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. എവ്രി വൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എവ്രി വൺ അല്ലെങ്കിൽ നോബഡി, സംബഡി, സംവൺ, ഇങ്ങനെ വണ്ണും ബടിയൊക്കെ വരുമ്പോൾ സിംഗുലർ വെർബ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ഹാസ് ആണ് വരിക. അപ്പൊ ഹാസ് ബീൻ കോൺടാക്റ്റഡ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് പാസീവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസ് മാറില്ല. അതേപോലെ തന്നെ സബ്ജക്ട് ഒബ്ജക്ട് ഇന്റർചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒരു കൺസേൺഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് കണ്ടപ്പോ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, ദ ഓഫീസർ ആസ്ക്ഡ് മീ ടു ടോക്ക് ടു ദി കൺസേൺഡ് ക്ലർക്ക്. അപ്പൊ ഈ ഒരു സെന്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ വേഗം തന്നെ പറഞ്ഞേക്കാം, നിങ്ങളൊന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ കൺസേൺഡ് ക്ലർക്ക് എന്നല്ല പറയാ. എന്ത് പറയണം? ക്ലർക്ക് കൺസേൺഡ് എന്ന് വേണം പറയാൻ കേട്ടോ. ക്ലർക്ക് കൺസേൺഡ് എന്ന് വേണം പറയാൻ. ഈ കൺസേൺഡ് ക്ലർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിഷമിച്ചിരിക്കുന്ന ക്ലർക്കായിട്ട് മാറും. ഓക്കെ, അപ്പൊ വ്യക്തിക്ക് ശേഷം വേണം നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. ക്ലർക്ക് കൺസേൺഡ് എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആ ഒരു വാക്ക് കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. ആക്റ്റീവ് പാസീവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളും അതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് കർച്ചീഫിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. ഹാൻഡ് കർച്ചീഫ്സ് എന്നും പറയും, ഹാൻഡ് കർച്ചീഫ്സ് എന്നും പറയും കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് PSC ഫൈനലായിട്ട് കൊടുക്കണേന്നുള്ളത് നോക്കാം. രണ്ടും ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കബിൾ ആണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ക്യാൻസൽ ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്ലൂറൽ ഫോംസുകളൊക്കെ പഠിക്കാം. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ പ്ലൂരലും ജെൻഡറും സൗണ്ടും ഇതൊക്കെ നമ്മൾ സാധാരണ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാറില്ല. പക്ഷേ ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ PSC അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഓക്കെ, അപ്പൊ അതില് ഞാൻ കുറച്ച് ടൈപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് പഠിക്കുക കേട്ടോ. സ്റ്റോറി, സ്റ്റോറിയുടെ പ്ലൂരൽ ചോദിക്കുകയാണെങ്കിൽ സ്റ്റോറീസ് ആണ്. ടൈപ്സുകളാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, സ്റ്റോറീസ്. അതായത് വൈ വരുന്ന കേസ് വരുമ്പോൾ മെജോറിറ്റി കേസാണ്, എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. വൈ വരുമ്പോൾ നമ്മൾ IES യൂസ് ചെയ്യും. ഓക്കെ, IES. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിയറി. ഓക്കെ, തിയറി ആണെങ്കിൽ എന്ത് പറയും? തിയറീസ് അല്ലെ. അപ്പൊ വൈ വരുമ്പോൾ എന്ത് യൂസ് ചെയ്യും? IES എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞു എക്സെപ്ഷൻ കേസുകളുണ്ട്. അപ്പൊ ഞാൻ ഓരോ ടൈപ്പുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതേപോലെ തന്നെ അടുത്ത ടൈപ്പ് നമുക്ക് നോക്കാം. മാംഗോ. മാംഗോ ആണെന്ന് വിചാരിച്ചോ, അതിന്റെ പ്ലൂരൽ എങ്ങനെയാ പറയാ?
മാംഗോസ് അല്ലെ, മാംഗോസ്. അപ്പൊ ഓ വെച്ച് അവസാനിച്ചപ്പോ എങ്ങനെ ഇവിടെ വന്നേ, ഇവിടെ ES കൂട്ടി പറഞ്ഞു അല്ലെ. അപ്പൊ മാംഗോ, മാംഗോസ്. അതേപോലെ തന്നെ ബഫല്ലോ, എന്ത് വരും, ബഫല്ലോസ് അല്ലെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക, ഓ ആണെങ്കിൽ ES വെച്ചിട്ട് അവസാനിക്കും. പിന്നെ പറഞ്ഞത് ഏതാ, വൈഫ്. അടുത്ത ടൈപ്പ് ആണ് കേട്ടോ, ഞാൻ ഓരോ ടൈപ്പിന്റെ ഓരോ എക്സാമ്പിൾ ആണ് എഴുതണേ. വൈഫ് ഇപ്പൊ ഒരു എഫ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത് അല്ലെ, എഫ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അവിടെ എന്ത് ചേർക്കും, വൈബ്സ്. ഓക്കെ, VES ചേർക്കും. വൈഫ്, വൈബ്സ്. അതേപോലെ തന്നെ തീഫ് ആണെങ്കിൽ എന്ത് വരും, തീപ്സ് എന്ന് വരും അല്ലെ. അപ്പൊ അതേപോലെ എഫ് വരുമ്പോ VES എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഡേറ്റം. ഓക്കെ, ഡേറ്റത്തിന്റെ പ്ലൂരൽ ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഡേറ്റ. അപ്പൊ UM ആണെങ്കിൽ എന്ത് വരും, അവസാനം A വരും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഉമ്മ എന്നൊക്കെ ഓർക്കാം അല്ലെ, UMA. ഇവിടെ UM ഉണ്ടെങ്കിൽ ലാസ്റ്റ് A ആയിരിക്കും വരിക എന്നൊക്കെ ഓർക്കാം. എപ്പോഴും എക്സെപ്ഷൻ കേസുകൾ ഉണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ ഡാറ്റം ആണെങ്കിൽ ഡേറ്റ. സ്ട്രാറ്റം ഓർത്ത് നോക്കി എന്തായിരിക്കും, സ്ട്രേറ്റ അല്ലെ. മീഡിയം, മീഡിയ. പിന്നെ അക്വേറിയം, അക്വേറിയത്തിന് ഒന്ന് പഠിച്ചേക്കണം, അതും ഈ പറഞ്ഞ പോലെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അക്വേറിയം, അക്വേറിയം. അതിന്റെ നമ്മള് അക്വേറിയാന്നും പറയും. ഓക്കെ, അക്വേറിയാന്നും പറയും. അതേപോലെ തന്നെ അക്വേറിയംസ് എന്നും പറയും കേട്ടോ, അക്വേറിയംസ് എന്നും പറയും. അപ്പൊ രണ്ടും പഠിക്കണേ. അപ്പൊ അക്വേറിയം, അക്വേറിയ. ഞാൻ പറഞ്ഞു വന്നത് UM വരുന്ന കേസുകളാണെങ്കിൽ A വെച്ചിട്ട് അവസാനിക്കാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം, ക്രൈറ്റീരിയൻ. ഇതെല്ലാം ഓരോ ടൈപ്പുകളാണ്. ക്രൈറ്റീരിയൻ, ക്രൈറ്റീരിയൻ ആണെങ്കിൽ എന്ത് വരും, ക്രൈറ്റീരിയൻ ആണെങ്കിൽ ക്രൈറ്റീരിയ അല്ലെ, ക്രൈറ്റീരിയ. ഓക്കെ, ക്രൈറ്റീരിയൻ, ക്രൈറ്റീരിയ. ഫിനോമിനൻ, ഫിനോമിന. ഓക്കെ, അപ്പൊ ON ആണെങ്കിൽ ഇവിടെ എന്ത് വരും, A വരും. അപ്പൊ ക്രൈറ്റീരിയൻ, ക്രൈറ്റീരിയ, ഫിനോമിനൻ, ഫിനോമിന. ഇതൊന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാട്ടോ. നമ്മൾ ഈ ഡിഫറെന്റ് ടൈപ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എല്ലാം കൂടെ പഠിക്കാണ്ട് ഈ ഓരോ ടൈപ്പുകളൊക്കെ എല്ലാവരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഫോർമുല ആണെങ്കിലോ, ഫോർമുലേ അല്ലെ, ഫോർമുല ആണെങ്കിൽ ഫോർമുലേ. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം, ഫോർമുല, ഫോർമുലേ. അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ. ഇപ്പൊ ആൽഗെ ആണെങ്കിൽ ആൽഗെ അല്ലെ, ചിലത് A വെച്ചിട്ട് അവസാനിക്കുമ്പോ ഇതേപോലെ AE കൂട്ടി പറയും അല്ലെ. അപ്പൊ ആൽഗെ ആണെങ്കിൽ ആൽഗെ, ലാർവേ ആണെങ്കിൽ ലാർവേ അല്ലെ. A ആണെങ്കിൽ ഒരു E കൂട്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പറയും. അപ്പൊ അങ്ങനത്തെയുള്ള കേസുകളും കൂടി ഉണ്ടെന്നുള്ളത് അറിഞ്ഞു വെക്കുക. പിന്നെ റേഡിയസ്, അടുത്ത നോക്കിയേ, റേഡിയസ്, റേഡിയസ് അല്ലെ. US ആണ് വരുന്നത്. അപ്പൊ എന്താ വരിക, റേഡിയൈ, റേഡിയൈ. 2 I വന്നു അല്ലെ. അതേപോലെ തന്നെ ഫോക്കസ്, US വന്നു. പസ് ആണെങ്കിൽ എന്ത് വരും, I വെച്ചിട്ട് അവസാനിക്കുന്ന ഓർക്കാം. ഓക്കെ, അപ്പൊ ഫോക്കസ് ആണെങ്കിൽ ഫോസൈ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിലത്തെ വളരെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. നമ്മൾ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഓരോ ടൈപ്പുകളാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. Y വെച്ചിട്ട് അവസാനിക്കുകയാണെങ്കിൽ IES വരും, O വെച്ച് അവസാനിക്കുകയാണെങ്കിൽ ES വരും, ഫ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ VS വരും അല്ലെ, അസ് ആണെങ്കിൽ I വരും, ഡാറ്റം, ഡേറ്റ, അക്വേറിയം, അക്വേറിയ, ക്രൈറ്റീരിയൻ. അപ്പൊ ON ആണെങ്കിൽ A വെച്ച് അവസാനിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ, ഞാൻ മാക്സിമം ചെറുതാക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ സിംഗുലറും പ്ലൂരലും സെയിം വരുന്ന കേസുകളുണ്ട് അല്ലെ. ഡിയർ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ഡോഗ് ഇൻ ദി മാനേജർ പോളിസി. ഡോഗ് ഇൻ ദി മാനേജർ പോളിസി എന്ന് പറഞ്ഞാൽ എ മാൻ ഹു പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. ഓക്കെ, അതായത് പട്ടി പുല്ല് തിന്നൂല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല എന്ന് പറയില്ല, ആ ഒരു സംഭവം കേട്ടോ. എ മാൻ ഹു പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് ആണ് ഡോഗ് ഇൻ ദി മാനേജർ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹുറേ, വി വൺ ദ മാച്ച്, ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻ വേർഡ്. അപ്പൊ ഇവിടെ ഹുറേ എന്ന് പറയുന്നത് എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പ്രപ്പോസിഷൻ ആണോ, കൺജങ്ഷൻ ആണോ, ഇന്റർജങ്ഷൻ ആണോ, പ്രോനൗൺ ആണോ. അപ്പൊ ആൻസർ എന്താ വരിക, ആൻസർ ഇന്റർജങ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇന്റർജങ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓർത്ത് വെക്കാം, ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒക്കെ പുറത്തു വരും എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇന്റർജങ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിലെ കുറച്ച് ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ, നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേരാവാം അല്ലെ, യൂസ് ടു നെയിം എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്, അതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുക. ഇപ്പൊ ഒരാളുടെ പേര് അല്ലെങ്കിൽ മാൻ അല്ലെങ്കിൽ ടോം എന്നൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി പ്രോനൗൺ എന്ന് പറഞ്ഞാല് ഒരു നൗണിന്റെ സ്ഥാനത്ത് യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുക. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ഉണ്ട്, ഷീ ഉണ്ട്, ഇറ്റ് ഉണ്ട്, ദേ ഉണ്ട്,
ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വേഗം പറഞ്ഞു പോകുന്നത്. ഇനി വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആക്ഷനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് വെർബ് എന്ന് പറയാ അല്ലെ. ഇനി ആ വെർബിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കിനെ നമ്മൾ എന്ത് പറയും? അതിനെയാണ് ആഡ്വർബ് എന്ന് പറയാം. അപ്പോ വെർബിനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാവണം എന്നില്ല. അഡ്ജക്റ്റീവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ആണെങ്കിലും അത് ആഡ്വർബ് ആണ് എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് ഒരു നൗണിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാ അല്ലെ. അഡ്ജക്റ്റീവിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ? ലോങ്, ഷോർട്ട്, ബ്യൂട്ടിഫുൾ, ബ്രൈറ്റ് എന്നൊക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ പ്രപ്പോസിഷൻ ഇന്ന്, ഓൺ, അറ്റ്, ബൈ, ഓവർ, ഫ്രം എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ പ്രപ്പോസിഷൻ ആയിട്ട് പറയാ. ഇന്റർജംഗ്ഷൻ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. പിന്നെയുള്ളത് കൺജംഗ്ഷൻ ആണ്. കൺജംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ രണ്ട് ഫ്രേസുകളെ അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളെയൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയാ? കൺജംഗ്ഷൻ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ആരൊക്കെയാ വരുന്നത്? ആൻഡ് ഉണ്ട്, ബട്ട് ഉണ്ട്, ബിക്കോസ് ഉണ്ട്, വേർ ഉണ്ട്, ഓൾസോ ഉണ്ട്. ഇതൊക്കെ കൺജംഗ്ഷന്റെ എക്സാമ്പിളുകളായിട്ട് വരുന്നതാ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പോയിട്ടുള്ളത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നൗൺ തൊട്ട് കൺജംഗ്ഷൻ വരെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വേഗം ഓടിച്ചു നോക്കി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെല്ലിംഗ് ആണ് കേട്ടോ. അപ്പൊ സ്പെല്ലിങ്ങിനകത്ത് റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സ്പെല്ലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ഹൈപ്പോക്രൈറ്റ്. ഹൈപ്പോക്രൈറ്റിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. ഹൈപ്പോ എന്താ പറയുന്നത്? HYPOCRITE. അപ്പൊ എ അല്ല വരിക, ഐ ആണ് വരിക എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. ഹൈപ്പോക്രൈറ്റ് കേട്ടോ, ഹൈപ്പോക്രൈറ്റ്. അപ്പൊ CRITE എന്നുള്ളത് പഠിച്ചു പോവാ. ഇനി അറ്റൻഡൻസ്, ഇത് റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സ്പെല്ലിങ്സ് ആണ് കേട്ടോ. അറ്റൻഡൻസിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. ATTEN. നമുക്ക് ഇവിടെ ആയിരിക്കും മിക്കവാറും ഒരു ഡൗട്ട് വരിക അല്ലെ. അപ്പൊ ഡാൻസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഡാൻസ് കേട്ടോ. നമുക്ക് അറ്റൻഡൻസിൽ ഫുള്ളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡാൻസ് ചെയ്ത് പോകുന്നൊക്കെ ഓർത്തു വെക്കാം. ഡാൻസ് ആണ് അറ്റൻഡൻസ്. അടുത്ത സ്പെല്ലിംഗ് നോക്കാം. വെറ്റനറി. ഇതിന്റെ സ്പെല്ലിംഗ് എന്താ വരുന്നേ? സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണേ. VETERI. ടെറി ഉണ്ട്, അതേപോലെ തന്നെ NARY ഉണ്ട്. ഓക്കെ, അപ്പൊ വെറ്റിനറി. എന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. അടുത്തത് ക്യാമ്പയിൻ ആണ്. ക്യാമ്പയിന്റെ സ്പെല്ലിംഗ് CAMPAIGN. ഇവിടെ ഒരു ജി ഉണ്ട് കേട്ടോ. ക്യാമ്പയിനെ നമ്മൾ പറയുള്ളൂ, പക്ഷെ അവിടെ ജി സൈലന്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, ക്യാമ്പയിൻ. ഓക്കെ, സ്പെല്ലിംഗ് നോക്കിയല്ലോ. ഇനി അടുത്ത വാക്ക് നോക്കാം. അടുത്ത വാക്ക് ട്രൂസ് ആണ്. ട്രൂസ് എന്ന് പറഞ്ഞാല്, ട്രൂസിന്റെ മീനിങ് എന്താ? ട്രൂസ് എന്ന് പറഞ്ഞാൽ തൽക്കാല ശമനം എന്നൊക്കെ മീനിങ് വരുന്ന ഒരു വാക്കിനെയാണ് ട്രൂസ് എന്ന് പറയാ കേട്ടോ. അതിന്റെ സ്പെല്ലിംഗ് TRUCE. ഓക്കെ, ട്രൂസിന്റെ സ്പെല്ലിംഗ് നോക്കാം. TRUCE. നെക്സ്റ്റ് സ്കഫിൾ. സ്കഫിളിന്റെ സ്പെല്ലിംഗ്, സ്കഫിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും പറയാവോ? സ്കഫിൾ എന്ന് പറഞ്ഞാല് ഒരു ചെറിയൊരു തല്ലുപിടുത്തം, ലഹള എന്നൊക്കെ മീനിങ് വരുന്ന വാക്കാണ് സ്കഫിൾ. ഓക്കെ, സ്കഫിൾ. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് ഇറ്റ് ഇസ് SCUFFLE. സ്കഫിൾ കേട്ടോ. അടിപിടി കൂടുക എന്നൊക്കെ ഒരു മീനിങ് വരുന്നതാണ് സ്കഫിൾ. അപ്പൊ അടിപിടി കൂടുന്നത് 2 F ഉണ്ട്, അതുകൊണ്ട് അവർ തമ്മിൽ നല്ല അടിയാണെന്നൊക്കെ ഓർത്തു വെക്കാം. ഒരേപോലത്തെ ആൾക്കാരായതുകൊണ്ട് തന്നെ നല്ല അടിയാണെന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ സ്കഫിളിനകത്ത് ഒരു C മാത്രമേ ഉള്ളൂ, 2 F ആണുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫൈറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ഫൈറ്റ് 2 F ഉണ്ട്. അപ്പൊ അതിന്റെ മീനിങ് തന്നെ ഫൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ 2 F ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കാം. ഒരു C ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നാർസിസ്റ്റിക്. നാർസിസ്റ്റിക്കിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. NARCISSISTIC. ഇവിടെ സിസും ഇവിടെ സിസും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 S ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നാർസിസ്റ്റിക്. ഓക്കെ, ഓർത്തു വെച്ചേക്കണേ, നാർസിസ്റ്റിക്. ഇനി അടുത്ത് നോക്കിയേ. നോസിയസ്. നോസിയസിന്റെ സ്പെല്ലിംഗ് NAUSEOUS. നമ്മൾ നൗസിയ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതേ മീനിങ് ആണ്, അല്ലെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. NAUSEOUS. അടുത്ത താരിഫാണ് അല്ലെ. താരിഫിന്റെ സ്പെല്ലിങ്ങിനകത്തും ഈ പറഞ്ഞ പോലെ 2 F ഉണ്ട്. താരിഫാണ്, 2 F ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം കേട്ടോ. അപ്പോ വാക്കുകളൊക്കെ കിട്ടിയല്ലോ. നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ ഒന്നും കൂടെ നോക്കുക. ഇതെല്ലാം റീസെന്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള സ്പെല്ലിങ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് നോക്കാം. അപ്പൊ ഈ പഠിപ്പിക്കുന്ന ഫ്രേസൽ വെർബ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പറയില്ലേ, ഇപ്പൊ എക്സാമിന് പോകുന്നതിനേക്കാൾ മുമ്പ് കുറച്ച് വാക്കുകൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം എന്ന് പറയും അല്ലെ. അതിൽ വരുന്ന കുറച്ച് ഫ്രേസൽ വെർബ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ഫോൾ എപ്പാർട്ട്. ഫോൾ എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ടു ബ്രേക്ക് ഇൻ ടു പീസസ്. ഓക്കെ, പീസസ് ആയിട്ട് മുറിഞ്ഞു പോവാ എന്നുള്ളൊരു മീനിങ് ആണ് ഫോൾ എപ്പാർട്ട് അല്ലെ. അപ്പൊ പാർട്ടായി അല്ലെ, ഓരോ കഷ്ണങ്ങളായി എന്നൊക്കെ ഓർത്തു വെക്കാം. ഫോൾ എന്ന് പറയുമ്പോൾ വീണിട്ട്, പാർട്ടായി എന്ന് പറഞ്ഞാൽ ഓരോ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിഞ്ഞു പോയി എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. ഫോൾ എപ്പാർട്ട് കേട്ടോ. ഇനി ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാറലാണ്, തല്ല് പിടിക്കുക
അപ്പൊ ഫോൾ വീണു എവിടെ ഔട്ടില് അല്ലെ പുറത്തു പോയിട്ട് വീണു എപ്പോഴാ തല്ല് പിടിച്ചേപ്പോ എന്ന് ഓർത്ത് വയ്ക്കാലോ. ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ക്വാറൽ, ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ക്വാറലാണ്. ഇനി അടുത്ത് നോക്കിയേ സെറ്റ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ് ഓൺ, സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻഡ് ആണ്, വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള. സെറ്റ് ഓൺ എക്സാമ്പിൾ നോക്കാം. ഷീ സീംസ് സെറ്റ് ഓൺ മാരിയിങ് ഹിം, അവൾ എന്തായാലും ഡിറ്റർമിൻഡ് ആയിട്ട് അവൾ തീരുമാനിച്ചു എന്തായാലും അവനെ കല്യാണം കഴിക്കും അല്ലെ. അപ്പൊ സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിറ്റർമിൻഡ്, സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻഡ്. ഇനി അടുത്തത് സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ്, സെറ്റ് ഫോർത്ത് എന്നൊക്കെ പറഞ്ഞാല് ടു ബിഗിൻ എ ജേർണി ആണ്, ഒരു ജേർണി ബിഗിൻ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കാം. നമ്മുടെ സെറ്റ് നമ്മൾ പറയില്ല, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ സെറ്റ് ആയിട്ട് നമ്മൾ ഔട്ടിൽ പോയി എന്നിട്ടൊരു ജേർണിക്ക് പോയി എന്ന് ഓർക്കാം. അപ്പൊ സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാല് ബിഗിൻ എ ജേർണിയാണ് അല്ലെ. ഇനി സെറ്റ് ഓഫ്, നമുക്കൊരു ഓഫ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സെറ്റിലുള്ള ആൾക്കാരെയും കൊണ്ട് നമ്മൾ ജേർണിക്ക് പോയി എന്ന് ഓർക്കാം. അപ്പൊ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും ബിഗിൻ എ ജേർണി. ഇനി സെറ്റ് ഫോർത്ത്, നമ്മുടെ സെറ്റിലെ 4 പേരെയും കൊണ്ട് നമ്മൾ ജേർണിക്ക് പോയി എന്ന് ഓർക്കാം. അപ്പൊ സെറ്റ് ഫോർത്ത് എന്ന് പറഞ്ഞാലും ദാറ്റ് ഇസ് ബിഗിൻ എ ജേർണി. പഠിച്ചല്ലോ, സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ്, സെറ്റ് ഫോർത്ത് എന്ന് പറഞ്ഞാലും ബിഗിൻ എ ജേർണിയാണ്. ഇനി സെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ സീസൺ. ഇപ്പൊ മൺസൂൺ സെറ്റ്സ് ഇൻ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ മൺസൂൺ തുടങ്ങി, അങ്ങനെ ഒരു സീസൺ തുടങ്ങുക എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റ് ഇൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കുക കേട്ടോ. ഇനി ഹാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മുടെ കൈ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ ഓർത്താം അല്ലെ. അപ്പൊ ഹാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ട്. ദ ടീച്ചർ ഹാൻഡഡ് ഔട്ട് ദി വർക്ക്. ഓക്കെ, ടീച്ചർ വർക്ക് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ബ്രിങ് വെച്ചിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ് ബ്രിങ് ഫോർത്ത്. ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ജനറേറ്റ് സംതിങ്. ഓക്കെ, ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക അല്ലെ. 4ാമത്തെ ഒരു കുട്ടീനെയും കൂടെ കൊണ്ടുവന്നു എന്ന് ഓർക്കാം. ബ്രിങ് ചെയ്തു, കുട്ടീനെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ വെറുതെ നമുക്ക് കണക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്. ഇനി ബെയർ ഡൗൺ, ബെയർ ഡൗൺ എന്ന് പറഞ്ഞാൽ ഓവർത്രോ ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക അല്ലെങ്കിൽ ഓവർത്രോ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ബ്രിങ് ഡൗൺ. ഓക്കെ, സോറി, ബെയർ ഡൗൺ. അപ്പൊ ഓർത്ത് വയ്ക്കാം, ബെയർ എന്ന് പറയുമ്പോൾ നമുക്ക് കരടീനെ ഓർക്കാം. ഈ കരടീനെ നമ്മൾ ഡൗണിലാക്കി, അതായത് കരടീനെ വീഴ്ത്തി ഡൗണിലാക്കി, കരടീനെ തോപ്പിച്ചു അല്ലെ, സപ്രസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. അപ്പൊ ബെയർ ഡൗൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഓവർത്രോ അല്ലെങ്കിൽ സപ്രസ്. ഇനി ബെയർ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ടോളറേറ്റ് ആണ്. യു ഹാവ് ടു ബെയർ വിത്ത് മീ, എന്നെ ടോളറേറ്റ് ചെയ്യണം, എന്നെ സഹിക്കണം എന്നൊക്കെ മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് ബെയർ വിത്ത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് സെറ്റ് ആക്കണം കേട്ടോ. ഞാനിപ്പോ എക്സാം ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. പിന്നെ ഇതിലെ പലതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് കേട്ടോ. പിന്നെ ബെയർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ കൺഫേം ചെയ്യുക. അപ്പൊ ബെയർ കരടീനെ ഔട്ടിലാക്കി അല്ലെ. കരടി എന്തായാലും പുറത്തു പോയി. ഇപ്പോ എന്താ പറയാ, നമ്മള് ഒരു അപകട സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്ന, ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ബെയർ പുറത്തു പോയി എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യും അല്ലെ, കൺഫേം ചെയ്യും. അപ്പൊ ബെയർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കൺഫേം ചെയ്യുക. ഇനി ലുക്ക് ആഫ്റ്റർ ഉണ്ട്, ടേക്ക് ആഫ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, പക്ഷെ എന്നാലും ചിലപ്പോൾ എക്സാമിന് നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ആണ് അല്ലെ. ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്സ് അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ യുവർ കിഡ്സ് അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ യുവർ പാരന്റ്സ് എന്നൊക്കെ പറയും. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാലാണ് റെസംബ്ലൻസ്, അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ ഒക്കെയുള്ള സാദൃശ്യമുള്ള എന്നുള്ള മീനിങ് വരുന്നതാണ് ടേക്ക് ആഫ്റ്റർ. ഇനി നോക്കുകയാണെങ്കിൽ റൺ ഡൗൺ. റൺ ഡൗൺ എന്ന് പറഞ്ഞാൽ വളരെ ടയേർഡ് അല്ലെങ്കിൽ എക്സോസ്റ്റഡ്, വളരെ ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയില്ലേ, റൺ ഡൗൺ. നമ്മൾ താഴത്തേക്ക് ഒരുപാട് തവണ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ചു പോകും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം അല്ലെ. റൺ ഡൗൺ ആണ്, അല്ലെങ്കിൽ റൺ ചെയ്തിട്ട് ഡൗൺ ആയി പോയി എന്ന് വേണമെങ്കിൽ ഓർക്കാം അല്ലെ, നമ്മൾ വളരെ ക്ഷീണിച്ചു പോയി. റൺ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ആഫ്റ്റർ അല്ലെ, ഒരാളുടെ പുറകെ റൺ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ചേസ് ചെയ്യുക അല്ലെ. റൺ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ചേസ് ചെയ്യുക. റൺ ഔട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമാണ്. റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ടേജ് വരിക, എല്ലാത്തിന്റെയും ഒരു അവസാനത്തിൽ എത്തുക എന്നൊക്കെ പറയും. റൺ ഔട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർക്കാം, നമ്മൾ ഔട്ടിൽ, നമ്മൾ പുറത്തു പോയിട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, നമ്മൾ ആകെ കം ടു ആൻ എൻഡ് അല്ലെ, എല്ലാത്തിന്റെയും അവസാനമായി, ഒരു തീരുമാനമായി, നമ്മൾ കിടപ്പായി എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അല്ലെങ്കിൽ ഷോർട്ടേജ് ആയി അല്ലെ, നമ്മുടെ എനർജിക്കൊക്കെ ഷോർട്ടേജ് വന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. അപ്പൊ റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോർട്ടേജ് ആണ്. ഇനി ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, ടേക്ക് ഓവർ ടു ഗെയിൻ അതോറിറ്റി, ഒന്നിന്റെ കൺട്രോൾ ആവുക എന്നുള്ള ഒരു മീനിങ് ആണ് ടേക്ക് ഓവർ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഓവർ ആയിട്ട് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അതോറിറ്റി ആയി, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ എന്താ പറയാ, നമ്മൾ അതിന്റെ ഫുൾ കൺട്രോൾ എടുത്തു എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് വരും അല്ലെ. അപ്പൊ ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടു ഗെയിൻ അതോറിറ്റി. അപ്പൊ ഈ ഫ്രേസൽ വെർബ് എല്ലാം നമ്മൾ വളരെ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ്. എല്ലാവരും നോക്കുക. അതേപോലെ തന്നെ നമ്മൾ സ്പെല്ലിംഗ് നോക്കിയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് എന്താണ് ക്വാണ്ടിഫൈ എന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. അപ്പൊ ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും പാർട്സ് ഓഫ് സ്പീച്ച് ചോദിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ക്വാണ്ടിഫൈ എന്ന് പറഞ്ഞാൽ ഇസ് എ വേർഡ് വിച്ച് ഇൻഡിക്കേറ്റ്സ് എ നമ്പർ ഓർ എമൗണ്ട് ബീങ് റെഫേർഡ് ടു. അതായത് വിച്ച് ഇൻഡിക്കേറ്റ്സ് എ നമ്പർ, ഒരു നമ്പർ പറയുക അല്ലെങ്കിൽ ഒരു എമൗണ്ട് പറയുന്ന കേസുകളിനെയാണ് അല്ലെങ്കിൽ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടിഫൈ എന്ന് പറയാ. അതായത് സം ഉണ്ട്, മെനി ഉണ്ട്, എ ലോട്ട് ഓഫ് ഉണ്ട്, അല്ലെ, അതേപോലെ തന്നെ എ ഫ്യൂ ഉണ്ട്. ഇതൊക്കെ ഒരു എമൗണ്ടിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്വാണ്ടിഫൈ എന്ന് പറയാ. ചിലപ്പോൾ ഇതേപോലെ ഒരു ചോദ്യം തന്നിട്ട് ദർ ആർ സം ബുക്സ് ഓൺ ദി ഡെസ്ക്, നിങ്ങളോട് ചോദിക്കും ഇതിനകത്ത് ക്വാണ്ടിഫൈ ഐഡന്റിഫൈ ചെയ്യാൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ മനസ്സിലാക്കണം ഇതിനകത്ത് ഏതാണ് ക്വാണ്ടിഫൈ, സം ആണ് അല്ലെ. പിന്നെ ഹി ഹാസ് ഗോട്ട് ഓൺലി എ ഫ്യൂ ബുക്സ്, എ ഫ്യൂ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ക്വാണ്ടിഫൈ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ദ ക്ലോസ് ഇൻ ദി ബ്രാക്കറ്റ്സ്. മൈ ഫ്രണ്ട് ഹെൽപ്പ് മീ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ. ഇവിടെ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നൗൺ ക്ലോസ് ആണോ, നെഗറ്റീവ് ക്ലോസ് ആണോ, അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ, ആഡ്വർബ് ക്ലോസ് ആണോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം പാർട്സ് ഓഫ് സ്പീച്ച് വന്നതുകൊണ്ട് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിനേക്കാളും മുമ്പ് ഡിസ്കസ് ചെയ്യുന്നതല്ലേ. ശ്രദ്ധിച്ച് കേട്ടു പോവാ. അപ്പൊ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ ഇതെന്താന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോസും ഉണ്ട് ഫ്രേസും ഉണ്ട്. ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ല. നമ്മുടെ ഫ്രേസൽ വെർബ് തന്നെ ഓർത്താൽ മതി അല്ലെ, അതിനകത്ത് നമ്മൾ സബ്ജക്റ്റ് ഇല്ല. അപ്പൊ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ലാത്ത ഒരാളെയാണ് ഫ്രേസ് എന്ന് പറയാ. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉള്ള ഒരാളെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയാ. ഓക്കെ, ഇനി നമുക്കിത് ഏതാന്നുള്ളത് നോക്കാം. മൈ ഫ്രണ്ട് ഹെൽപ് മീ, എന്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തു. എപ്പോ, വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വെർബ് അല്ലെ. ഇത് ക്രിയയാണ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എപ്പോ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ആൻസർ കിട്ടുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ആണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ. എപ്പോഴാ ഹെൽപ്പ് ചെയ്തേ, വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ. ഓക്കെ, അപ്പൊ ഈ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള വെർബിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള സെറ്റ് ഓഫ് വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് ആഡ്വർബ് എന്തെങ്കിലും ആയിരിക്കും അല്ലെ, ആഡ്വർബ് എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രേസ് ഒന്നും കൊടുത്തിട്ടില്ല, അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആഡ്വർബ് ക്ലോസ് ആണെന്നുള്ളത് മനസ്സിലായി. ഒരു സബ്ജക്റ്റും ഉണ്ട് വെർബും ഉണ്ട്. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ ആഡ്വർബ് അല്ലെ, ഐ മീൻ ആഡ്വർബ് ക്ലോസ് ആണ് അല്ലെ. അപ്പോ നമുക്ക് ആൻസർ കിട്ടി, ദാറ്റ് ഇസ് ആൻ ആഡ്വർബ് ക്ലോസ്. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കാം. ഷീ ഹാസ് എ ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ. അഫെക്ഷന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് പ്രപ്പോസിഷൻ ആണ് ഫോർ എന്ന് പറയുന്നത് കേട്ടോ. അഫെക്ഷൻ ഫോർ. ഓക്കെ, ഇത് കണ്ടപ്പോൾ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, എക്രോണിം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്രോണിമിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. അതിന്റെ ഒരു എക്സാമ്പിൾ നാസ അല്ലെ. അപ്പൊ നാസയുടെ ഫുൾ ഫോം എന്താ വരിക, എക്സ്പാൻഷൻ എന്താ വരിക, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. അപ്പൊ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ നാഷണലിന്റെ എന്നും എയറോനോട്ടിക്സിന്റെ എയും സ്പേസിന്റെ എസും അഡ്മിനിസ്ട്രേഷന്റെ എയും ഇതെല്ലാം കൂടി എടുത്തിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്രോണിം എന്ന് പറയാ. മനസ്സിലായോ? വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർന്നുണ്ടാക്കുന്ന ഒരു ചുരുക്ക വാക്കിനെയാണ് നമ്മൾ പറയുന്നത് എക്രോണിം. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. അതേസമയം മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് എക്രോണിം അല്ല, അതെന്താണ്, അത് ക്ലിപ്പിംഗ് ആണ്. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാത്തമാറ്റിക്സിനെ നമ്മൾ എങ്ങനെ പറയും, മാത്സ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇതിനെ അങ്ങ് ക്ലിപ്പ് ചെയ്തിട്ട് ചില അക്ഷരങ്ങൾ മാത്രം എടുത്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മാത്സ് എന്നുള്ള രീതിയിലാക്കുക അല്ലെ. ഫ്രണ്ടിലത്തെ ആൽഫബറ്റും അവസാനത്തെ ആൽഫബറ്റും പിന്നെ അതേപോലെ തന്നെ മിഡിലത്തെ കുറച്ച് ആൽഫബറ്റ് ഒക്കെ എടുത്ത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒന്നിനെയാണ് മാത്തമാറ്റിക്സ് അല്ലെ, അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ക്ലിപ്പിംഗ് എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഇനിയുള്ളത് കുറച്ച് അബ്രിവേഷൻസ് ആണ്. EG എന്ന് പറഞ്ഞാൽ എക്സംപ്ലിഗ്രേറ്റിയ. ഓക്കെ, ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. EG എന്ന് പറഞ്ഞാൽ എക്സംപ്ലിഗ്രേറ്റിയ. അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അബ്രിവേഷൻ. ETC എന്ന് പറഞ്ഞാൽ എന്താ, എറ്റ്സെറ്ററ. ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ, എറ്റ്സെറ്ററ. ഓക്കെ, ഇനി NB എന്ന് പറഞ്ഞാൽ എന്താ, നോട്ടാബീൻ. നോട്ടാബീൻ, ചോട്ടാബീൻ അല്ല കേട്ടോ, നോട്ടാബീൻ. NB നോട്ടാബീൻ. ETA എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ. എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ. നാറ്റോ. നാറ്റോ എന്താ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഓക്കെ,